അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷു സ്പെഷ്യൽ എരിശ്ശേരി, മത്തങ്ങ എരിശ്ശേരി കേട്ടോ. അപ്പോൾ നല്ല മത്തങ്ങ, നമുക്ക് മത്തങ്ങയും പയറും ഒക്കെ കൂടി ഇട്ടതാണ്. അപ്പോൾ അതാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് എല്ലാതും വിശദമായിട്ട് പരിചയപ്പെട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. നമുക്കൊരു എരിശ്ശേരിയുടെ ഇൻഗ്രീഡിയൻസ് ആണ്. വിഷു പ്രമാണിച്ച് ഒരു എരിശ്ശേരി കൂടി നാം ഉണ്ടാക്കാം. മത്തങ്ങ എരിശ്ശേരിയാണ്. മത്തങ്ങ എരിശ്ശേരിയുടെ ഇൻഗ്രീഡിയൻസിൽ ആദ്യം വരുന്നത് ഈ പയറാണ്. നമ്മുടെ ഒരു പയറുണ്ട്, ചുവന്ന പയറില്ലേ, അത് കുതിർത്തിയതാണത്. അത് കുതിർത്തി വേവിച്ചിട്ട് വെച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന കഷ്ണം മത്തങ്ങ, പഴുത്ത നല്ല മത്തങ്ങ. അപ്പോൾ ഈ പയറും മത്തങ്ങയും കൂടിയും നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇതും കൂടിയിട്ട് മുളക് പൊടി ഇട്ടിട്ട് വേവിക്കുന്നു. അതിൽ പിന്നെ അല്പം ഉപ്പും ചേർക്കും. പിന്നെ ഒരു അരവ് വരുന്നത് ഈ തേങ്ങയും ഈ ജീരകവും മാത്രമാണ് അരവ് വരുന്നത്. പിന്നെ നമുക്ക് കടുക് വറുത്തിടാനുള്ള കരിവേപ്പിൻ്റെ ഇതും അതിൽ കുറച്ച് തേങ്ങയും കൂടി നമ്മൾ ചേർത്ത് വറുത്തിടും. ആ തേങ്ങ ഈ കടുക് വറുക്കാനുള്ള തേങ്ങയാണത്. അപ്പോൾ വറവിൻ്റെ കൂടെ ഇതിൽ എരിശ്ശേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തേങ്ങയും കൂടി വറുത്തിട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ പയറും മത്തങ്ങയും കൂടി നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത പയറാണ്. അതിൻ്റെ കൂടെ മത്തങ്ങയും കൂടി ചേർത്ത് നമ്മൾ വേവിക്കുന്നു. ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കണം, കാരണം മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടണ്ടേ. അതിലേക്ക് അല്പം മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയുടെ ചെറിയ സ്പൂണാണ് കേട്ടോ. അതിലേക്ക് അതേ സ്പൂണിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നു. അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് വേവാനായി വഴിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ചേർക്കുന്നത്, ഇത് ജീരകവും തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് അരക്കില്ല, വെള്ളം ചേർത്തൊന്നും അരക്കില്ല. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഡിഷല്ലേ. അപ്പോൾ അതിലേക്ക് ഇതാ മത്തങ്ങ കുടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ചേർക്കാം. ഇത് എന്തിന് ഒന്ന് തിളച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കി വന്നിട്ട് വേണം കടുക് വറക്കാൻ. തേങ്ങ ഇതിലൊന്ന് മിക്സ് ആവാണ്ട് കേട്ടോ. മിക്സ് ആവണ വരെ നമുക്കൊന്ന് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 1-2 തളയൊക്കെ വരണം അതിനകത്ത്, കാരണം ആ തേങ്ങ ഒന്ന് അതിലേക്ക് മിക്സ് ആവാണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറക്കാം. ഇതൊന്ന് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഇപ്പോൾ തളയൊക്കെ നിന്ന് ഇതൊക്കെ ശരിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കടുക് വറക്കാം. ഈ കടുക് വറക്കണതിലേക്ക് നമ്മൾ അല്പം കടുക് ചേർക്കണുള്ളൂ. കടുകൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല നമ്മൾ ഇതിലും ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല നമുക്ക് ഇതിലോട് ചേർക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഈ തേങ്ങാപ്പീരയും കൂടി ഇതിനോട്ട് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. നോക്കണ വരെ ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്കത് മൂത്ത് വരുന്നുണ്ട്. ഇത് ചുമന്ന് വരണം കേട്ടോ, പച്ചക്കിടാൻ പറ്റില്ല. ഇത് ചുമക്കണം. അത് കഴിഞ്ഞാലേ നമുക്കത് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ചുമന്ന് വരുന്നതാണ്. അതിപ്പോൾ ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ആക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു കഴിയുമ്പോഴേക്ക് പ്രാവശ്യം എരിശ്ശേരി നമ്മുടെ ഇത് റെഡി ആവണം. ഈ സർവേം പ്ലേറ്റിലേക്ക് മാറ്റുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു സർവേം പ്ലേറ്റിലോട്ട് മാറ്റാം. മത്തങ്ങ എരിശ്ശേരിയാണ്. ഈ മധുരം കൂടുതൽ വേണം, മത്തങ്ങയുടെ മധുരം തികയാത്തവർക്ക് അല്പം പഞ്ചസാരയോ ശർക്കരയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട്
വിഷു ആയതുകൊണ്ട് ഞങ്ങളെയും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ഇടണം. അപ്പോൾ ഷെയറും ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഡിഷ് നമുക്ക് മത്തങ്ങ എരിശ്ശേരി. ബായ്.